നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. പുലിസ്റ്റ A1 ക്വാർട്ടർ ഫൈനലിൽ സാന്റോസ് പൊട്ടി പുറത്തായി. അവസാന നിമിഷം വരെ 1-1 സമനിലയിൽ നിന്നിട്ട് അവസാന ഘട്ടത്തിൽ ഗോൾ വഴങ്ങിയാണ് സാന്റോസ് പരാജയപ്പെട്ടത്. സെക്കൻഡ് ഡിവിഷൻ ടീമിനോട് തോറ്റു പുറത്തായത് വലിയ നിരാശയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ നെയ്മർ ആരാധകർക്ക് ഒരു ആശ്വാസം എന്ന് പറയുന്നത് അദ്ദേഹം 90 മിനിറ്റും കളിച്ചു. പരിക്ക് മാറി മടങ്ങിയെത്തി രണ്ടാമത്തെ മത്സരത്തിൽ തന്നെ ഫുൾ ടൈം അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം ഗുഡ് ഷേപ്പിലാണ് ഫിസിക്കലി എന്നുള്ളൊരാശ്വാസം മാത്രം. പക്ഷേ ടീം ഇതാ പൊട്ടി പുറത്തായിരിക്കുന്നു. മത്സരത്തിൽ സാന്റോസിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11 ഗാബിഗോളും നെയ്മർ ജൂനിയറും ബഴിയിലും റോണിയും ഒക്കെ ഒരുമിച്ചാണ് അണിനിരന്നത്. എന്നാൽ ആദ്യ പകുതിയുടെ അവസാനത്തിൽ നൗറസെൻറ്റീനോ ഗോളടിച്ചു. നെയ്മറുടെ മിസ്റ്റേക്കിൽ നിന്നാണ് ആ ഗോളിലേക്ക് വഴിവെച്ചത്. ഏതായാലും അവർ 1-0 മുന്നിലെത്തി. പക്ഷേ രണ്ടാം പകുതിയിൽ 65-ാമത്തെ മിനിറ്റിൽ ഗാബി ഗോളിൻ്റെ അസിസ്റ്റിൽ നിന്ന് ബൊൻഡെംബോ ഗോളടിച്ചതോടെ മത്സരം 1-1 സമനിലയായി. മികച്ച ചില നീക്കങ്ങളുണ്ടായിരുന്നു. നെയ്മർക്ക് പാസ് കൊടുത്തിരുന്നെങ്കിൽ ഗോളാകുമായിരുന്ന നിമിഷങ്ങളുണ്ടായിരുന്നു. നെയ്മർ അതിൽ നിരാശനായിരുന്നു. കോർണറിൽ നിന്ന് നെയ്മർ നേരിട്ട് ഗോളടിക്കാൻ നോക്കിയ സന്ദർഭങ്ങളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായെങ്കിലും സാന്റോസിന് ലീഡെടുക്കാൻ പറ്റിയില്ല. എന്നാൽ അവസാന നിമിഷത്തിൽ നാൽദിയുടെ ഗോളിലൂടെ നൗറസെൻറ്റീനോ വിജയം സ്വന്തമാക്കിയായിരുന്നു. നെയ്മർ വളരെ നിരാശനായിട്ടാണ് കളിക്കളം വിട്ടുപോയത്. 2-1 തോറ്റുകൊണ്ട് സാന്റോസ് ഇതാ പൗലിസ്റ്റ A1 ക്വാർട്ടർ ഫൈനലിൽ തോറ്റ് പുറത്തായിരിക്കുന്നു. നൗറസെൻറ്റീനോ സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.